ബംഗളൂരുവിൽ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി. അസം സ്വദേശിയായ മായ ഗൊഗോയിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മലയാളി യുവാവിനായി തിരച്ചിൽ തുടങ്ങി. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, പോലീസ് പറയുന്നത് എന്താണ്? ഈ മലയാളി യുവാവിന് ഇതുമായുള്ള ബന്ധം എന്താണ്? കീർത്തന, ഈ കൊലപാതകത്തിന് പിന്നിൽ മലയാളിയായിട്ടുള്ള, അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവാവ്, ആരവ് എന്നു പേരുള്ള ഒരു യുവാവ് ആണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് കർണാടക പോലീസ് നിലവിലുള്ളത്. അതിനടിസ്ഥാനമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ചില തെളിവുകളും കാര്യങ്ങളുമുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ സർവീസ് അപ്പാർട്ട്മെന്റിലാണ് യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അസം സ്വദേശിയായ മായ ഗൊഗോയാണ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവത്തിൽ മലയാളി യുവാവിനായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആരവ് എന്നു പേരുള്ള യുവാവിനായിട്ടാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. കീർത്തന, നിലവിൽ ഇപ്പോൾ ഈ ആരവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 23-ാം തീയതിയാണ് ഈ ആരവും അതോടൊപ്പം തന്നെ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള യുവതിയും ഇന്ദിരാനഗറിലെ ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം അവർ 2 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് ശേഷം, അതായത് ഇവർ മുറിയെടുത്തതിന് ശേഷം ആ മുറിയിലേക്ക് മറ്റാരെങ്കിലും പോയതായിട്ടുള്ള കണ്ടെത്തലുകളില്ല. CCTV ദൃശ്യങ്ങൾ, അതായത് ഈ അപ്പാർട്ട്മെന്റിലെ CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അത്തരത്തിൽ ഏതെങ്കിലും മറ്റാരെങ്കിലും ആ മുറിയിലേക്ക് കടന്നുപോയതായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരവി കൊലപാതകം നടത്തിയതിനു ശേഷം ഇന്നലെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്തായാലും ഉള്ളത്. ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. കഴുത്ത് ഞെരിച്ചും അതോടൊപ്പം തന്നെ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി ആഴത്തിൽ മുറിവ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് മരണകാരണം എന്നാണ് നിലവിൽ എന്തായാലും പോലീസ് പറയുന്നത്. പോലീസ് എന്തായാലും യുവാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള, അതായത് കേരളത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.